നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ക്രിസ്പി സമൂസ ബോക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അല്പം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫില്ലിങ്ങിന്. അപ്പോൾ 1-2 മുട്ട വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഫില്ലിങ്ങിന്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്പി സമൂസ ബോക്സിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 6-7 സ്ലൈസ് ബ്രെഡ് ചെറുതായി പൊടിച്ചെടുത്തത് വേണം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മാറ്റി വെക്കാം. ഇതിലേക്ക് മൈദയുടെ പേസ്റ്റ് വേണം. 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കി എടുത്തതാണിത്. അപ്പോൾ ആദ്യം നമുക്കൊരു പ്ലേറ്റ് വെക്കാം. അതിലേക്ക് ഒരു സമൂസ ഷീറ്റ് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അല്പം മൈദേൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു സമൂസ ഷീറ്റും കൂടെ എടുക്കുക. അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ വരെ നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള ഈ ഭാഗം ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഈ ഭാഗത്ത് കുറച്ച് മൈദയുടെ പേസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട്
ഇതിൽ മേലും കുറച്ച് മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം കൊണ്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് പുറത്തും കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി ഈ ഭാഗം കൊണ്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബോക്സ് തയ്യാറാക്കാൻ. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് ഓരോ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 10 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയാണിത്. ഓരോ ബോക്സും ഇതിലിട്ടിട്ട് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ബോക്സ് എടുക്കാം. എന്നിട്ട് അത് മുട്ടയിലിട്ടൊന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. വീണ്ടും ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഇതുപോലെ വേണം ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം ഇവിടെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റോവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ബോക്സ് ഇട്ട് കൊടുക്കുക. പാനിൽ കൊള്ളുന്ന രീതിയിൽ ഈ ബോക്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 എണ്ണമായിട്ടാണ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പുറം കരിഞ്ഞു പോവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറ്റേ പുറവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്പി സമൂസ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ ഷീറ്റ് കൊണ്ട് ഇതുപോലെ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിന് പുറം നല്ല ക്രിസ്പിയാണ്, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.